ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഡു ഓൾ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ഫ്രൂട്ട്സ്? എല്ലാ ഫ്ലവേഴ്സും ഫ്രൂട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുമോ എന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം എല്ലാ ഫ്ലവേഴ്സിനും ഫ്രൂട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പോൾ നമുക്കെന്ത് പറയാം? നോ, നോട്ട് ആൾ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ഫ്രൂട്ട്സ്. എല്ലാ ഫ്ലവേഴ്സും ഫ്രൂട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യില്ല. ഇനി അതിൻ്റെ കാരണങ്ങളാണ് പറയാൻ പോകുന്നത്. കാരണം ഒന്നാമത്തെ കാരണമാണ് മെയിൽ ഫ്ലവേഴ്സ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യില്ല? ഫ്രൂട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യില്ല. അതുപോലെ തന്നെ രണ്ടാമത്തെ കാരണമാണ് പോളിനേഷൻ ഫെയിലിയർ. മൂന്നാമത്തെ കാരണമാണ് സ്റ്റെറൈൽ ഫ്ലവേഴ്സ്. അപ്പം മെയിൽ ഫ്ലവേഴ്സ് എന്തുകൊണ്ടാണ് ഫ്രൂട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാത്തത് എന്നാണ് ആദ്യം പറയുന്നത്. കാരണം എന്താണ്? മെയിൽ ഫ്ലവേഴ്സിൽ ഓവർ ഇല്ല. അതിലെന്ത് മാത്രമേ ഉള്ളൂ? സ്റ്റേമൻസ് അല്ലെങ്കിൽ ആൻഡ്രീഷ്യം മാത്രമേ ഉള്ളൂ. ഓവർ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? ഫ്രൂട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അതിനെന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല? മെയിൽ ഫ്ലവേഴ്സിൽ സ്റ്റേമൻ മാത്രമേ ഉള്ളൂ, ഓവർ ഇല്ല. അതുകൊണ്ട് അതിന് ഫ്രൂട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അതിനൊരു എക്സാമ്പിളാണ് മെയിൽ പപ്പായ ഫ്ലവർ. ഇനി അടുത്തതാണ് പോളിനേഷൻ ഫെയിലിയർ. പോളിനേഷൻ അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് നടക്കില്ല? ഫ്ലവേഴ്സിന് ഫ്രൂട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ദി ഫ്ലവേഴ്സ് വിതേഴ്സ് ആൻഡ് ഫാൾ ഓഫ്. അല്ലെങ്കിൽ ഫ്ലവർ പോളിനേഷൻ നടക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഫ്ലവർ എന്തായി? കൊഴിഞ്ഞു പോയി കഴിഞ്ഞാലും അതിനെന്ത് പറ്റില്ല? ഫ്രൂട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അടുത്തതാണ് സ്റ്റെറൈൽ ഫ്ലവേഴ്സ്. സ്റ്റെറൈൽ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ വന്ധ്യത ഉള്ള ഫ്ലവേഴ്സ്, അതായത് പിന്നെ ഫ്രൂട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത ഫ്ലവേഴ്സ്. അതാണ് സം ഓർണമെൻ്റൽ പ്ലാന്റ്സ് ആർ ജെനറ്റിക്കലി സ്റ്റെറൈൽ. ചില ഓർണമെൻ്റൽ പ്ലാന്റ്സ് ജെനറ്റിക്കലി എന്താവും? സ്റ്റെറൈലാവും. അങ്ങനത്തെ പ്ലാന്റ്സിന് എന്ത് പറ്റില്ല? ഫ്രൂട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ദേ ബ്ലൂം ബട്ട് ഡു നോട്ട് പ്രൊഡ്യൂസ് സീഡ്സ് ഓർ ഫ്രൂട്ട്സ്. അതെന്ത് ചെയ്യും? അത് പൂക്കളൊക്കെ ഉണ്ടാക്കും, പക്ഷേ എന്തിന് പറ്റില്ല? സീഡ്സോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ ഉണ്ടാക്കാൻ അതിന് പറ്റില്ല. ഇനി കുറച്ച് ലോക്കൽ ഫ്ലവേഴ്സിൻ്റെ പേരാണ് പറയുന്നത്. ഏതൊക്കെയാണ് ലോക്കൽ ഫ്ലവേഴ്സ്? മുക്കുത്തി, തുമ്പ, തൊട്ടാവാടി, കണിക്കൊന്ന. ഇതൊക്കെ എന്താണ്? ലോക്കൽ ഫ്ലവേഴ്സാണ്. അടുത്തതാണ് ഡൈവേഴ്സിറ്റി ഓഫ് ഫ്ലവേഴ്സ്, അതായത് ഫ്ലവേഴ്സിലുള്ള വൈരുദ്ധ്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഫ്ലവേഴ്സ് ഡിഫർ ഇൻ കളർ, ഫ്രാഗ്രൻസ്, നമ്പർ ഓഫ് പെറ്റൽസ്, അറേഞ്ച്മെൻറ്റ്സ് എക്സെട്ര. അപ്പോൾ ഫ്ലവേഴ്സ് എങ്ങനെയൊക്കെയാണ് ഡിഫറെൻ്റ് ആവുന്നത്? കളറിൻ്റെ ബേസിൽ ഡിഫറെൻ്റ് ആവുന്നുണ്ട്. ഫ്രാഗ്രൻസ് അതിൻ്റെ സ്മെല്ലിൻ്റെ ബേസിൽ ഡിഫറെൻ്റ് ആവുന്നുണ്ട്. നമ്പർ ഓഫ് പെറ്റൽസ് അതിലുള്ള പെറ്റൽസിൻ്റെ ബേസിൽ ഡിഫറെൻ്റ് ആവുന്നുണ്ട്. എത്ര നമ്പർ പെറ്റൽസാണെന്നുള്ളതിൻ്റെ ബേസിൽ ഡിഫറെൻ്റ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അറേഞ്ച്മെൻറ്റിൻ്റെ ബേസിലും ഡിഫറെൻ്റ് ആവുന്നുണ്ട്. അപ്പോൾ അതിന് എക്സാമ്പിളാണ് ഇത്. റോസിൻ്റെ കളർ എന്താണ്? റോസ്, ഹിബിസ്കസ്, ജാസ്മിൻ, ആക്സോറ അല്ലെങ്കിൽ തെച്ചി. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ഈ ഡിഫറൻസ് കാണിക്കാനുള്ള എക്സാമ്പിളാണ്. അപ്പോൾ നമുക്ക് റോസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റോസിൻ്റെ കളർ എന്താണ്? റെഡാണ്. അതിൻ്റെ ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞാൽ അതിന് സ്മെല്ലുണ്ട് അല്ലേ. അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണ്? സിംഗിളാണ്. നമ്പർ ഓഫ് പെറ്റൽസ് കുറേ ഉണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെമ്പരത്തി, ഹിബിസ്കസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കളർ എന്താണ്? റെഡോ അല്ലെങ്കിൽ പിങ്കോ ആണ്. ഫ്രാഗ്രൻസ് സ്മെല്ലൊന്നുമില്ല. അറേഞ്ച്മെൻറ്റ് സിംഗിളാണ്. നമ്പർ ഓഫ് പെറ്റൽസ് എന്ന് പറഞ്ഞാൽ 5 ആണ്. ഇനി അടുത്തത് ജാസ്മിൻ, മുല്ലപ്പൂ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കളർ എന്താണ്? വൈറ്റ് ആണ്. ഫ്രാഗ്രൻസ് സ്ട്രോങ് സ്മെല്ലുണ്ട്. അറേഞ്ച്മെൻറ്റ് ക്ലസ്റ്റർ കൂടി നിൽക്കല്ലേ ചെയ്യുക ജാസ്മിന്. അതാണ് നമ്പർ ഓഫ് പെറ്റൽസ് എന്ന് പറയുമ്പോൾ 5 to 9 ആണ്. ഇനി ഇക്സോറ അല്ലെങ്കിൽ തെച്ചി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കളർ എന്താണ്? റെഡ് അല്ലെങ്കിൽ ഓറഞ്ച് കളേഴ്സിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ഫ്രാഗ്രൻസ് എങ്ങനെയാണ്? അതിന് സ്മെല്ല് പ്രത്യേകിച്ച് സ്മെല്ലൊന്നുമില്ല. അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് ക്ലസ്റ്റർ ആയിട്ടല്ലേ നിൽക്കുന്നത്, കൂടി നിൽക്കുന്നതാണ്. നമ്പർ ഓഫ് പെറ്റൽസ് 4. ഇനി അടുത്തത്, ഡു ഫ്ലവേഴ്സ് ഹാവ് ഓൺലി പെറ്റൽസ്? ഫ്ലവേഴ്സിന് പെറ്റൽസ് മാത്രമാണോ ഉള്ളത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് മേലത്തെ ബോക്സിൽ നിന്ന് മനസ്സിലായി ഓരോ ഫ്ലവേഴ്സിനും ഓരോ ഫ്ലവേഴ്സുകളും തമ്മിൽ ഡിഫറൻസ് ഉണ്ടെന്ന് മനസ്സിലായി. കളറിലും ഫ്രാഗ്രൻസിലും അറേഞ്ച്മെൻറ്റിലും നമ്പർ ഓഫ് പെറ്റൽസിലൊക്കെ ഡിഫറൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഇനി അടുത്തതാണ്, ഡു ഫ്ലവേഴ്സ് ഹാവ് ഓൺലി പെറ്റൽസ്? ഫ്ലവേഴ്സിന് പെറ്റൽസ് മാത്രമാണോ ഉള്ളത് എന്നാണ് ചോദിക്കുന്നത്. നോ, ഫ്ലവേഴ്സ് ഡു നോട്ട് ഹാവ് ഓൺലി പെറ്റൽസ്. ഫ്ലവേഴ്സിന് പെറ്റൽസ് മാത്രമല്ല ഉള്ളത്. എ ടിപ്പിക്കൽ ഫ്ലവർ ഹാസ് 4 മെയിൻ വേൾസ്. അപ്പം ഒരു സാധാരണ ഫ്ലവറിന് 4 പാർട്സ് ഉണ്ട്, 4 മെയിൻ പാർട്സ് ഉണ്ട്. ഏതൊക്കെയാണ് ആ 4 മെയിൻ പാർട്സ്? കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം. ഇതാണ് ഒരു ഫ്ലവറിൽ ഉണ്ടാവുന്ന മെയിൻ പാർട്സ്.
അപ്പം കാലിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെപ്പൽസ് ആണ് കാലിക്സ്. അപ്പോൾ നമുക്ക് ഈ ഫിഗറിൽ കാണാൻ പറ്റും കാലിക്സ്. ഈ ഫിഗറിൽ നമുക്ക് കാണാൻ പറ്റും. കാലിക്സിന് പറയുന്ന പേരാണ് എന്ത്? വേറൊരു പേരാണ് സെപ്പൽസ്. അത് നമുക്ക് ഈ ഫിഗറിൽ കാണാം. അതിൻ്റെ കളർ എന്താണ്? ഗ്രീൻ ലീഫി ലൈക്ക് ആണ്. അതെന്ത് ചെയ്യുന്നുണ്ട്? പ്രൊട്ടക്ട് ദി ഫ്ലവർ ബഡ്സ്. ഫ്ലവർ ബഡ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് കൊറോള അല്ലെങ്കിൽ പെറ്റൽസ്. അപ്പോൾ അത് നമുക്ക് ഈ ഫിഗറിൽ കാണാം. പെറ്റൽസ് അല്ലെങ്കിൽ കൊറോള നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? അതെന്താണ്? കളർഫുൾ ആൻഡ് സെൻറ്റഡ്. അതിന് സ്മെല്ലുണ്ട്, അതുപോലെ തന്നെ അത് കളർഫുൾ ആണ്. അട്രാക്റ്റ് പോളിനേറ്റേഴ്സിന് അട്രാക്റ്റ് ചെയ്യുന്ന ഭാഗമാണ് ഇത് കൊറോള. ഇനി അടുത്തതാണ് ആൻഡ്രീഷ്യം. ആൻഡ്രീഷ്യം എന്ന് പറഞ്ഞാൽ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് ഇത് ആൻഡ്രീഷ്യം. മെയ്ഡ് ഓഫ് സ്റ്റേമെൻസ്. അതെന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്? സ്റ്റേമെൻസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ഓരോ സ്റ്റേമനിലും എന്തൊക്കെ ഉണ്ട്? ഫിലമെൻറ്റും ഉണ്ട്, ആന്തറും ഉണ്ട്. ഈ ആന്തറാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പോളൻ ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഈ പോളനിൽ എന്തുണ്ട്? പോളൻ ഗ്രെയിൻസിൽ എന്തുണ്ട്? മെയിൽ ഗാമീറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ മെയിൽ ഗാമീറ്റ്സ് ഉണ്ടെങ്കിൽ അവിടെ എന്ത് നടക്കുള്ളൂ? റീപ്രൊഡക്ഷൻ നടക്കുള്ളൂ. അപ്പം ഇനി അടുത്തതാണ് ഇത് ഗൈനീഷ്യം. ഗൈനീഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫീമെയിൽ പാർട്ടാണ്. ഫീമെയിൽ പാർട്ട് എന്ത് വെച്ചിട്ടാണ് ഫോം ചെയ്തത്? കാർപ്പൽസ് വെച്ചിട്ടാണ് ഫോം ചെയ്തത്. ഓരോ കാർപ്പലിലും എന്തുണ്ട്? സ്റ്റിഗ്മ, സ്റ്റൈല്, ഓവറി ഇതൊക്കെ ഉണ്ട്. അപ്പം ഓവറിയിൽ എന്തുണ്ട്? ഒവ്യൂൾസ് ഉണ്ട്. ഒവ്യൂളിൽ എന്തുണ്ട്? ഫീമെയിൽ ഗാമീറ്റ് ആയിട്ടുള്ള എഗ്ഗ് ഉണ്ട്. അപ്പോൾ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ ഓവറി എന്തായിട്ട് മാറും? ഫ്രൂട്ടായിട്ട് മാറും. ഒവ്യൂൾ എന്തായിട്ട് മാറും? സീഡായിട്ട് മാറും. അപ്പം അടുത്തതാണ് കംപ്ലീറ്റ് ആൻഡ് ഇൻകംപ്ലീറ്റ് ഫ്ലവേഴ്സ്. ആദ്യം പറയാൻ പോകുന്നത് എന്താണ് കംപ്ലീറ്റ് ഫ്ലവർ എന്നാണ്. അപ്പം ഒരു പ്ലാന്റിൽ മെയിൻ ആയിട്ടുള്ള 4 പാർട്സ് ഉണ്ടാവും. ആ 4 പാർട്സ് ഏതൊക്കെയാണ്? കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം. ഈ 4 പാർട്സും പ്രസൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്? കംപ്ലീറ്റ് ഫ്ലവർ. ഇനി ഇതിൽ ഈ കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യമാണ് 4 മെയിൻ പാർട്സ് എന്ന് നമ്മൾ പറഞ്ഞു. ഇതിൽ ഏതെങ്കിലും ഒരു പാർട്ട് മിസ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് എന്ത്? ഇൻകംപ്ലീറ്റ് ഫ്ലവർ. അപ്പോൾ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ആവണം എന്നുണ്ടെങ്കിൽ അതിലെന്തൊക്കെ വേണം? കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം വേണം. എന്നാലേ അതിനെ നമുക്ക് കംപ്ലീറ്റ് ഫ്ലവർ എന്ന് പറയാൻ പറ്റുള്ളൂ. എക്സാമ്പിളാണ് ഹിബിസ്കസ്, റോസ്. ഇനി ഇൻകംപ്ലീറ്റ് ഫ്ലവർ എന്താ നോക്കാം. എ ഫ്ലവർ ലാക്കിംഗ് 1 or more ഓഫ് ദി 4 പാർട്ട്. ഈ 4 ഭാഗത്തിൽ, അതായത് കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം എന്ന് പറഞ്ഞാൽ ഈ 4 ഭാഗങ്ങൾ വേണമെന്ന് പറഞ്ഞു. ഇതിലേതെങ്കിലും ഒരു ഭാഗം മിസ്സാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ട് മിസ്സാണെന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഇൻകംപ്ലീറ്റ് ഫ്ലവർ. അതിന് എക്സാമ്പിളാണ് മെയിൽ പപ്പായ. മെയിൽ പപ്പായയിൽ എന്തില്ല? ഗൈനീഷ്യം ഇല്ല. ഫീമെയിൽ ബിറ്റർ ഗോഡിലാണെന്നുണ്ടെങ്കിൽ എന്തില്ല? അതിൽ ആൻഡ്രീഷ്യം ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിനെന്ത് പറയാം? ഇൻകംപ്ലീറ്റ് ഫ്ലവറാണ് എന്ന് പറയാം. ഇനി അടുത്തത് നമുക്ക് ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്ന ഫ്ലവർ ഹിബിസ്കസ് ആണ്. അതിലെന്തുണ്ട്? പെഡിക്കിളുണ്ട്, തലാമസ് ഉണ്ട്, കാലിക്സും കൊറോളയുണ്ട്, ആൻഡ്രീഷ്യം ഉണ്ട്, ഗൈനീഷ്യം ഉണ്ട്. അതുകൊണ്ട് അതെന്താണ്? ഒരു കംപ്ലീറ്റ് ഫ്ലവറാണ്. അടുത്തത് റോസ് ആണെന്നുണ്ടെങ്കിൽ റോസിലും പെഡിക്കിളും തലാമസും കാലിക്സും കൊറോളയും ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് കംപ്ലീറ്റ് ഫ്ലവറാണ്. അടുത്തത് പപ്പായ മെയിലാണെന്നുണ്ടെങ്കിൽ പെഡിക്കിളും തലാമസും കാലിക്സും കൊറോളയും ആൻഡ്രീഷ്യവും പ്രസൻ്റ് ആണ്, അതിലുണ്ട്. പക്ഷേ ഗൈനീഷ്യം അതിൽ ആബ്സെൻ്റ് ആണ്. ഗൈനീഷ്യം മെയിൽ പപ്പായയിൽ ഇല്ല. അതുകൊണ്ട് അതെന്താണ്? ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഫ്ലവറാണ്. ബിറ്റർ ഗോഡ് ആണെന്നുണ്ടെങ്കിൽ അതിൽ പെഡിക്കിള്, തലാമസ്, കാലിക്സ്, കൊറോള പ്രസൻ്റ് ആണ്. ആൻഡ്രീഷ്യം ആബ്സെൻ്റ് ആണ്. ഗൈനീഷ്യം പ്രസൻ്റ് ആണ്. ഇപ്പോൾ ബിറ്റർ ഗോഡ് ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്? പെഡിക്കിള്, തലാമസ്, കാലിക്സ്, കൊറോള, ഗൈനീഷ്യം പ്രസൻ്റ് ആണ്. ആൻഡ്രീഷ്യം ആബ്സെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതെങ്ങനത്തെ ഫ്ലവറാണ്? ഒരു ഇൻകംപ്ലീറ്റ് ഫ്ലവറാണ്. കാരണം ആൻഡ്രീഷ്യം ആബ്സെൻ്റ് ആണ്. ഹിബിസ്കസ് കംപ്ലീറ്റ് ആണ്. റോസ് കംപ്ലീറ്റ് ഫ്ലവറാണ്. പപ്പായ കംപ്ലീറ്റ് ഫ്ലവർ അല്ല. അതുപോലെ തന്നെ പപ്പായ മെയിൽ ഇൻകംപ്ലീറ്റ് ആണ്. ബിറ്റർ ഗോഡ് എന്താണ്? ഇൻകംപ്ലീറ്റ് ആണ്. ബിറ്റർ ഗോഡിൻ്റെ ഫീമെയിൽ എന്താണ്? ഇൻകംപ്ലീറ്റ് ആണ്. മറന്നു പോവരുത്. അടുത്തത് വേരിയേഷൻ ഇൻ ഫ്ലവർ പാർട്സ്. ഫ്ലവർ പാർട്സിൽ വരുന്ന വേരിയേഷനെ കുറിച്ചിട്ടാണ് അടുത്തത് പറയാൻ പോകുന്നത്. ഫ്ലവർ പാർട്സ് ആർ നോട്ട് ദി സെയിം ഇൻ ഓൾ ഫ്ലവേഴ്സ്. എല്ലാ ഫ്ലവറിലും ഫ്ലവറിൻ്റെ പാർട്സ് സെയിം അല്ല. ദേ മേ വേരി ഇൻ നമ്പർ ഓഫ് പെറ്റൽസ്. അതെന്തിലൊക്കെ വാരി ചെയ്യാം? പെറ്റൽസിൻ്റെ നമ്പറിനനുസരിച്ചിട്ട് അത് വാരി ചെയ്യാം.
സൈസ് ആൻഡ് ഷേപ്പ്, അതിൻ്റെ സൈസിലും ഷേപ്പിലും വ്യത്യാസം വരാം. പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് പാർട്സ്, ചില പാർട്സ് പ്രസൻ്റ് ആവും, ചില പാർട്സ് ആബ്സെൻ്റ് ആവും. അതിനനുസരിച്ചിട്ട് ഫ്ലവറിൻ്റെ പാർട്സിൽ ഡിഫറൻസ് വരാം. അടുത്തത് ഫ്യൂസ്ഡ് ഓർ സെപ്പറേറ്റ് പെറ്റൽസ് ഒന്നെങ്കിൽ ഫ്യൂസ്ഡ് ആവും അല്ലെങ്കിൽ സെപ്പറേറ്റ് ആവും. അതിനനുസരിച്ചിട്ട് ഫ്ലവറിൻ്റെ പാർട്സിൽ ഡിഫറൻസ് വരാം. മൾട്ടിപ്പിൾ ഓഫ് ഫ്ലോറൽ പാർട്സ്, അപ്പോൾ അതിൻ്റെ ബേസിൽ മോണോകോഡ്സും അതുപോലെ തന്നെ ഡൈകോഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മോണോകോഡ്സ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. അങ്ങനെ പറഞ്ഞാൽ എന്താണ്, ഫ്ലോറൽ പാർട്ട് ആർ അറേഞ്ച്ഡ് ഇൻ ഗ്രൂപ്പ് ഓഫ് 3 ഓർ ഡിവിസിബിൾ ബൈ 3. ഫ്ലോറൽ പാർട്ട് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തത്? 3 അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് 3, 3 അടങ്ങിയിട്ടുള്ള ഗ്രൂപ്പോ അല്ലെങ്കിൽ 3 ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പോ ആയിട്ടാണ്. 3 ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ 6, 12, 9, 12 അങ്ങനെ ഫ്ലോറൽ പാർട്ട് അറേഞ്ച് ചെയ്തതിനെയാണ് നമ്മൾ മോണോകോഡ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 3 പെറ്റൽസ്, 6 പെറ്റൽസ്, 3 സെപ്പൽസ്, 6 സ്റ്റേമൻസ്, ഇതൊക്കെ എന്താണ്, മോണോകോഡ്സ് ആണ്. അപ്പം 3 പെറ്റൽസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഗ്രൂപ്പ് ഓഫ് 3 ആണ്. ഇനി 6 പെറ്റൽസ് എന്ന് പറഞ്ഞാൽ 3 × 2 ആണ്. അതായത് അതിനെ നമുക്ക് എങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം, 3 × 2 എന്നാക്കിയിട്ട് ഗ്രൂപ്പ് ചെയ്യാം. അടുത്തത് എക്സാമ്പിളാണ് ലില്ലിക്ക് എങ്ങനെയാണ് 3 സെപ്പൽസും 3 പെറ്റൽസും 6 സ്റ്റേമൻസും ആണുള്ളത്. അതുകൊണ്ട് തന്നെ മോണോകോഡ് ഫ്ലവർ ടിപ്പിക്കലി ഷോ എ ട്രൈമറസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 3 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അതിൻ്റെ ഫ്ലോറൽ പാർട്ടിനെ. ഇനി അടുത്തത് ഡൈകോഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, മൾട്ടിപ്പിൾ ഓഫ് 4 ഓർ 5. അപ്പോൾ അതിൽ ഒന്നെങ്കിൽ 5 ഫ്ലോറൽ പാർട്ട് അറേഞ്ച് ചെയ്തത് എത്ര ഗ്രൂപ്പ് വെച്ചിട്ടാണ്, 4 വെച്ചിട്ടോ അല്ലെങ്കിൽ 4ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് വെച്ചിട്ട്, അതായത് 4, 8, 12 അങ്ങനെ ആണ്. അല്ലെങ്കിൽ 5 വെച്ചിട്ടോ 5ൻ്റെ മൾട്ടിപ്ലൈഡ് നമ്പേഴ്സ് വെച്ചിട്ടോ ആണ്. അപ്പോൾ 5, 10, 15, 20 ഇങ്ങനെയാണ് ഫ്ലോറൽ പാർട്സ് അറേഞ്ച് ചെയ്തത്. അപ്പോൾ എക്സാമ്പിളാണ് എന്ത്, മസ്റ്റാർഡിലാണെങ്കിൽ 4 പെറ്റൽസ് ആണ്, ഹിബിസ്കസിലാണെങ്കിൽ 5 പെറ്റൽസ് ആണ്. അതുകൊണ്ട് ഡൈകോഡ് ഫ്ലവേഴ്സ് എങ്ങനെയാണ് കാണപ്പെടുന്നത്, ടെട്രാമറസ് അല്ലെങ്കിൽ പെൻഡാമറസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അടുത്തതാണ് ഫ്ലവറിങ് ആൻഡ് നോൺ ഫ്ലവറിങ് പ്ലാന്റ്സ്. അതായത് ഫ്ലവർ തരുന്ന പ്ലാന്റ്സും ഉണ്ട്, ഫ്ലവർ തരാത്ത പ്ലാന്റ്സും ഉണ്ട്. ഫ്ലവറിങ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൊഡ്യൂസ് ഫ്ലവേഴ്സ് ആൻഡ് സീഡ്സ്. ഫ്ലവേഴ്സും അതുപോലെ തന്നെ സീഡ്സും തരുന്ന പ്ലാന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്ലവറിങ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. റീപ്രൊഡ്യൂസ് ബൈ പോളിനേഷൻ ആൻഡ് ഫെർട്ടിലൈസേഷൻ. അത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് വഴിയാണ്, പോളിനേഷൻ അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ വഴിയാണ്. ഫ്ലവേഴ്സ് കണ്ടെയ്ൻ ദി ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം. ഫ്ലവറിൽ എന്തുണ്ട്, ആൻഡ്രീഷ്യം അതായത് മെയിൽ പാർട്ട് ഉണ്ട്, ഗൈനീഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ഫീമെയിൽ പാർട്ടാണ്, വിച്ച് പ്രൊഡ്യൂസ് ഗാമീറ്റ്സ്. അപ്പം ഫ്ലവറിൽ എന്തുണ്ട്, ആൻഡ്രീഷ്യം ഉണ്ട്, ഗൈനീഷ്യം ഉണ്ട്. ആൻഡ്രീഷ്യം എന്ന് പറഞ്ഞാൽ മെയിൽ പാർട്ടും ഗൈനീഷ്യം എന്ന് പറഞ്ഞാൽ ഫീമെയിൽ പാർട്ടുമാണ്. ഈ മെയിൽ പാർട്ടാണെങ്കിലും ഫീമെയിൽ പാർട്ടാണെങ്കിലും അതെന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഗാമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും. എക്സാമ്പിളാണ് എന്ത്, ഫ്ലവറിങ് പ്ലാന്റ്സിന് എക്സാമ്പിളാണ് മാംഗോ, റോസ്, പാഡി, കണിക്കൊന്ന. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്, ഫ്ലവറിങ് പ്ലാന്റ്സിന് എക്സാമ്പിളാണ്. ഇനി അടുത്തതാണ് നോൺ ഫ്ലവറിങ് പ്ലാന്റ്സ്. അതായത് ഫ്ലവർ തരാത്ത പ്ലാന്റ്സ് ആണ് നോൺ ഫ്ലവറിങ് പ്ലാന്റ്സ്. ഡു നോട്ട് പ്രൊഡ്യൂസ് ഫ്ലവേഴ്സ്. അതെന്ത് പ്രൊഡ്യൂസ് ചെയ്യൂല, ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യൂല. നോൺ ഫ്ലവറിങ് പ്ലാന്റ്സിൽ എന്ത് ആബ്സെൻ്റ് ആണ്, ആൻഡ്രീഷ്യം അതുപോലെ തന്നെ ഗൈനീഷ്യം ആബ്സെൻ്റ് ആണ്. റീപ്രൊഡ്യൂസ് ത്രൂ സ്പോർസ് ഓർ കോൺസ്. അത് ഏത് വഴിയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്, സ്പോർസ് വഴിയോ അല്ലെങ്കിൽ സ്പോർസിനെ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കോൺസിനെ ഉപയോഗിച്ചിട്ടോ ആണത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. എക്സാമ്പിളാണ് ഫേൺസ്, മോസസ്, പൈന്, സൈക്കാസ്, ആൽഗെ, ഫംഗെ. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്, നോൺ ഫ്ലവറിങ് പ്ലാന്റ്സിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇവിടെ നോൺ ഫ്ലവേഴ്സ് എന്ന് കൊടുത്തത് നോൺ ഫ്ലവറിങ് പ്ലാന്റ്സ് എന്നാണ് കേട്ടോ, അത് മാറിപ്പോയതാണ്. അപ്പം ഇവിടെ നോൺ ഫ്ലവേഴ്സ് എന്നാണ് കൊടുത്തത്, മാറിപ്പോയതാണ്. നോൺ ഫ്ലവറിങ് പ്ലാന്റ്സ് എന്നാണ് അവിടെ വരിക. ഓക്കെ, അതിലെന്ത് ആബ്സെൻ്റ് ആണ്, ആൻഡ്രീഷ്യം ഗൈനീഷ്യം ആബ്സെൻ്റ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഏത് വെച്ചിട്ടാണ് റീപ്രൊഡ്യൂസ് ചെയ്യുക, സ്പോർസും കോൺസും വെച്ചിട്ടാണ് റീപ്രൊഡ്യൂസ് ചെയ്യുക. അടുത്തത് ബെനിഫിറ്റ്സ് ഓഫ് ഫ്ലവറിങ് നടന്നു കഴിഞ്ഞാലുള്ള എന്തൊക്കെ ഗുണങ്ങളാണുള്ളത് എന്നാണ് പറയുന്നത്. ഫ്ലവേഴ്സ് ഇനേബിൾ റീപ്രൊഡക്ഷൻ. ഫ്ലവേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, പൂവുണ്ടായി കഴിഞ്ഞാൽ എന്ത് നടക്കും, റീപ്രൊഡക്ഷൻ നടക്കും. ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ ഓവറി ഫ്രൂട്ടായിട്ട് മാറും, അതുപോലെ തന്നെ ഓവ്യൂള് സീഡുമായിട്ട് മാറും. സീഡ് ഗ്രോ ഇൻ ടു ന്യൂ പ്ലാന്റ്സ്. സീഡ് വളർന്നിട്ട് എന്താവും, പുതിയ പ്ലാന്റ് ആയിട്ട് മാറും. എൻഷുർ കണ്ടിന്യൂഷൻ ഓഫ് സ്പീഷീസ്. അതായത് അതിൻ്റെ വരും തലമുറകൾ ഉണ്ടാവുന്നതിൽ
ഉറപ്പ് വരുത്തും എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ നീലക്കുറിഞ്ഞിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. നീലക്കുറിഞ്ഞിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് സ്ട്രോബിലാന്തസ് കുന്തിയാന. അതെവിടെയാണ്? വെസ്റ്റേൺ ഗഡ്സിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അത് 12 വർഷത്തിലൊരിക്കലാണ് അത് ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഫ്ലവറിങ് സീസൺ ഏതാണ്? ഓഗസ്റ്റ് ടു ഒക്ടോബർ ആണ്. മറന്നു പോകരുത്, ഓഗസ്റ്റ് ടു ഒക്ടോബർ 12 വർഷത്തിലൊരിക്കലാണ് ഫ്ലവർ ഉണ്ടാവുന്നത്. സയൻറ്റിഫിക് നെയിം എന്താണ്? സ്ട്രോബിലാന്തസ് കുന്തിയാന. അടുത്തത് റീപ്രൊഡക്ഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് ഫ്രൂട്ടും സീഡും ഫോം ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഓഫ് എ ഫ്ലവറിലുള്ള റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ പറ്റിയിട്ടാണ് ഇനി പറയുന്നത്. മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും ഉണ്ടാവും, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഉണ്ടാവും. അപ്പോൾ നമുക്കറിയാം ഏതൊരു ലിവിങ് ഓർഗാനിസം ആണെങ്കിലും റീപ്രൊഡക്ഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ അവിടെ 2 ഓർഗൻസ് വേണം. മെയിൽ റീപ്രൊഡക്റ്റീവും വേണം, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും വേണം. അപ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനിന് പറയുന്ന പേരാണ് എന്ത്? ആൻഡ്രീഷ്യം. അതെന്ത് വെച്ചിട്ടാണ് ഫോം ചെയ്തത്? സ്റ്റേമെൻസ് വെച്ചിട്ടാണ് ഫോം ചെയ്തത്. അടുത്തത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ, അതിന് പറയുന്ന പേരാണ് ഗൈനീഷ്യം. അതെന്ത് വെച്ചിട്ടാണ് ഫോം ചെയ്തത്? കാർപ്പൽസ് വെച്ചിട്ടാണ് ഫോം ചെയ്തത്. ഇനി മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായിട്ടുള്ള ആൻഡ്രീഷ്യത്തിൻ്റെ സ്ട്രക്ചറാണ് പറയുന്നത്. അപ്പോൾ എന്താണ് സ്ട്രക്ചർ? ഈച്ച് സ്റ്റേമൻ ഹാസ് 2 പാർട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ആൻഡ്രീഷ്യം മെയ്ഡ് ചെയ്തത് സ്റ്റേമൻസ് വെച്ചിട്ടാണെന്ന് പറഞ്ഞു. ആ സ്റ്റേമൻസിൽ 2 പാർട്ട് ഉണ്ട്. ഒന്ന് ഫിലമെൻ്റ് ആണ്, ഒന്ന് ആന്തറാണ്. ഫിലമെൻറ്റിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? സ്ലെൻഡർ സ്റ്റാൾക്ക് ദാറ്റ് സപ്പോർട്ട് ദി ആന്തറിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ലെൻഡർ സ്റ്റാൾക്കാണ് എന്ത്? സ്ലെൻഡർ സ്റ്റാൾക്ക് ലൈക്ക് സ്ട്രക്ചറാണ് ഇത് ഫിലമെൻറ്റ്. ആന്തർ എന്ന് പറഞ്ഞാൽ സ്വെല്ലൺ ടിപ്പ്, അതായത് വീർത്തിട്ടുള്ള ടിപ്പ് പോർഷനാണ് എന്ത്? ആന്തർ. ഇനി ആന്തർ ചാമ്പേഴ്സ് കണ്ടെയ്ൻ പോളൻ ഗ്രെയിൻസ്. ഇനി ആന്തറിൻ്റെ അറകൾ, ആന്തർ എന്ന് പറഞ്ഞാൽ സ്വെല്ലൺ പോർഷനാന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ചാമ്പേഴ്സിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? പോളൻ ഗ്രെയിൻസ് ഉണ്ട്. പോളൻ ഗ്രെയിൻസ് കണ്ടെയ്ൻ മെയിൽ ഗ്യാമീറ്റ്സ്. ഇനി പോളൻ ഗ്രെയിൻസിൽ എന്തുണ്ട്? മെയിൽ ഗ്യാമീറ്റ്സ് ഉണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷനാണ് അടുത്തത് പറയുന്നത്. ആൻഡ്രീഷ്യത്തിൻ്റെ ഫങ്ഷൻ എന്താ? പ്രൊഡ്യൂസ് മെയിൽ ഗ്യാമീറ്റ്സ് ഫോർ റീപ്രൊഡക്ഷൻ. അപ്പം റീപ്രൊഡക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്? മെയിൽ ഗ്യാമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്തതാണ് സ്ട്രക്ചർ ഓഫ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിൻ്റെ സ്ട്രക്ചറാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ആ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിന് പറയുന്ന പേരാണ് എന്ത്? ഗൈനീഷ്യം. അതിൻ്റെ സ്ട്രക്ചറാണ് എന്ത്? സ്റ്റിഗ്മ ഉണ്ട്, സ്റ്റൈലുണ്ട്, ഓവറി ഉണ്ട്. സ്റ്റിഗ്മ, സ്റ്റൈല്, ഓവറി. അപ്പോൾ സ്റ്റിഗ്മ എങ്ങനെയാണ്? സ്റ്റിക്കി ടോപ്പ് പാർട്ട് ദാറ്റ് റിസീവ് പോളൻ. അപ്പം സ്റ്റിക്കി ആയിട്ടുള്ള ടോപ്പ് മേലെയുള്ള പോർഷനാണ്, അതാണ് പോളൻസിനെ റിസീവ് ചെയ്യുന്നത്. സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലെൻഡർ ട്യൂബ് കണക്റ്റിംഗ് സ്റ്റിഗ്മ ടു ഓവറി. സ്റ്റിഗ്മേനെ ഓവറി ആയിട്ട് കണക്ട് ചെയ്യുന്ന ട്യൂബിനെയാണ് നമ്മളെന്ത് പറയുന്നത്? സ്റ്റൈൽ എന്ന് പറയുന്നത്. ഓവറി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വെല്ലൻ ബേസ് പാർട്ടാണ്, അതായത് ഇങ്ങനെ വീർത്ത് നിൽക്കുന്ന ബേസ് പാർട്ടാണ് ഇത് ഓവറി. അടുത്തത് ഇൻസൈഡ് ഓവറി ദർ ആർ ഓവ്യൂൾസ്. ഓവറിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഓവ്യൂൾസ് ഉണ്ട്. ഈ ഇൻസൈഡ് ഈച്ച് ഓവ്യൂൾ ദി എഗ് ഈസ് പ്രസൻറ്റ്. ഓവ്യൂളിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? എഗ്, അതായത് ഫീമെയിൽ ഗ്യാമീറ്റ് പ്രസൻ്റ് ആണ്. ഇനി ഗൈനീഷ്യത്തിൻ്റെ ഫങ്ഷൻ എന്താണ്? പ്രൊഡ്യൂസ് ഫീമെയിൽ ഗ്യാമീറ്റ്സ് ആൻഡ് ലേറ്റർ ഡെവലപ്പ് ഇൻ ടു ഫ്രൂട്ട് ആൻഡ് സീഡ്. ഫീമെയിൽ ഗ്യാമീറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യും, പിന്നെ അതെന്തൊക്കെ ആയിട്ട് ഡെവലപ്പ് ചെയ്യും? ഫ്രൂട്ടും സീഡും ആയിട്ട് ഡെവലപ്പ് ചെയ്യും.